ജനുവരി 16 മകരം 2 കുജൻ, അങ്കാരകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ചൊവ്വാഗ്രഹം ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുകയാണ്. ഈ മാറ്റത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വച്ചാൽ, മകരം രാശി കുജൻ്റെ ഉച്ചരാശിയാണ്. ചൊവ്വാഗ്രഹം അതിൻ്റെ പൂർണ്ണ ഗുണഫലങ്ങൾ നൽകുന്ന രാശി. ജ്യോതിഷത്തിൽ കുജൻ പ്രതിനിധാനം ചെയ്യുന്നത് ധൈര്യം, ഊർജം, പോരാട്ടം, സഹോദരങ്ങൾ, ഭൂമി, സൈന്യം എന്നിവയെല്ലാമാണ്. സാഹസികതയും ചൊവ്വ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. 2026 ജനുവരി 16 മുതൽ 2026 ഫെബ്രുവരി 23 വരെ ചൊവ്വ മകരം രാശിയിൽ തുടരുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഉയർച്ചയും ചൊവ്വയുടെ സർവ്വ അനുഗ്രഹങ്ങളും കിട്ടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഹൈന്ദവ വിശ്വാസത്തിൽ ജ്യോതിഷത്തിന് വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യത്തിൻ്റെ തുടിപ്പുകൾ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. മനുഷ്യരുടെ ജനനം, ജീവിതം എല്ലാം ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്യോതിഷത്തിൽ നിർവചിച്ചിട്ടുണ്ട്. കുജൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് ജ്യോതിഷത്തിൽ. മകരം രാശിയിലേക്കുള്ള കുജൻ്റെ രാശിമാറ്റം പഞ്ചമഹാപുരുഷയോഗങ്ങളിലൊന്നായ രുചകയോഗം ചില നക്ഷത്രങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. ചാരവശാൽ രുചകയോഗം വരുമ്പോൾ ദേഹബലവും ഐശ്വര്യവും കീർത്തിയും ശാസ്ത്രജ്ഞാനവും രാജഗുണമുള്ളവനും ദാനശീലങ്ങൾ കൂടിയവനായും ശത്രുക്കളെ ജയിക്കുന്നവനായും സേനാനായകനായും ഉന്നത സ്ഥാനം വഹിക്കുന്നവനായും ആയുരാരോഗ്യവാനായും ഫലിച്ചിടും എന്നാണ് പറയുന്നത്. ആദ്യമായി രുചകയോഗം വന്ന് ഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം എന്നിവയാണ് ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ വന്നു ചേരും. എല്ലാ രംഗത്തും മികവ് കാട്ടുവാനും ശോഭിക്കുവാനും ഇവർക്ക് കഴിയും. ശത്രുദോഷം ഇല്ലാതെയാകും. ശത്രുവിജയം ഈ യോഗത്തിൻ്റെ ഒരു ഫലമാണ്. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹവും ഊർജവും പ്രകടിപ്പിക്കും. മാനസികമായും ശാരീരികമായും ആത്മവിശ്വാസം പ്രകടമാക്കും. പ്രശംസകൾക്കു പ്രാപ്തനാകുകയും അതുവഴി സന്തോഷകരമായ അന്തരീക്ഷം ജീവിതക്രമത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരുടെ 4ാം ഭാവാധിപനും കുടുംബക്ഷേത്രത്തിൻ്റെ അധിപനുമാണ് കുജൻ. ആ കുജൻ ഉച്ചസ്ഥനായി ശുഭസ്ഥാനത്ത് എത്തുന്നതും ഈ നക്ഷത്രക്കാരുടെ കർമാധിപനായ ശുക്രനുമായി യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന കാലമായതിനാൽ കർമ്മമേഖലയിൽ ഉയർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും. കാഹളയോഗത്തിന് സമാനമായ ഫലങ്ങൾ ഈ 3 നക്ഷത്രക്കാർക്കും അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. അടുത്തതായി കുജൻ്റെ ഈ രാശിമാറ്റം മൂലം രുചകയോഗം വന്ന് ഭവിക്കുന്ന 3 നക്ഷത്രങ്ങളാണ് ചിത്ര, ചോതി, വിശാഖം എന്നിവ. ഈ 3 നക്ഷത്രക്കാർക്കാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം ഗുണം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരുടെ കുടുംബക്ഷേത്രമായ 4ാം ഭാവമായ മകരം രാശിയിലേക്കാണ് കുജൻ രാശി മാറി എത്തുന്നത്. ഇവർക്ക് കുടുംബ പുരോഗതിയും സാമ്പത്തികാഭിവൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു മാറ്റമാണ് ഇത്. നൂതനമായ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന സമയമാണിത്. ആരംഭിക്കുന്ന എല്ലാ സംരംഭങ്ങളും വിജയിക്കും. ധൈര്യവും സാഹസികതയും പ്രകടിപ്പിക്കുന്ന സമയമാണിത്. കുടുംബത്തിൽ നേതൃസ്ഥാനം അലങ്കരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവും. ചാരവശാൽ രുചകയോഗമാണ് ഈ സമയം നടക്കുന്നത് എന്ന് അറിയുക. നിങ്ങളുടെ ജാതകത്തിലെ കുജൻ്റെ ബലവും ശുഭസ്ഥാനവും അനുസരിച്ച്
ഇതിൻ്റെ ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചിത്ര, ചോതി, വിശാഖം നക്ഷത്രക്കാരുടെ 2ാം ഭാവത്തിൻ്റെ അധിപനും ആയതിനാൽ വാക്സാമർത്ഥ്യം പ്രകടമാക്കുന്ന സമയമാണിത്. സാമ്പത്തികമായി ഉന്നതിയുണ്ടാകുന്ന സമയം കൂടിയാണിത്. ഭാര്യയ്ക്ക് പ്രൊമോഷൻ, ഭാര്യാസ്വത്ത് വീതം വെച്ച് കിട്ടുക, ഭാര്യ വഴി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഇവയൊക്കെ ഇതിൻ്റെ ഫലങ്ങളാണ്. ഉന്നതമായ പ്രസംഗ പാടവവും നേതൃപാടവവും പ്രകടിപ്പിക്കും. ബിസിനസ് പങ്കാളികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായതോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതോ ആയ തീരുമാനങ്ങൾ ഈ സമയത്ത് ഉണ്ടാവും. ഐശ്വര്യത്തിൻ്റെ കാലമാണിതെന്ന് അറിയുക. അടുത്തതായി കുജൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശി നക്ഷത്രങ്ങളായ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ. ഇവർക്കും രുചകയോഗപ്രദമായ ഗുണങ്ങളാണ് കുജൻ്റെ ഈ രാശിമാറ്റത്തിലൂടെ 2026 തുടക്കത്തിൽ സംഭവിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ 7ാം ഭാവത്തിലാണ് കുജൻ്റെ രാശിമാറ്റം പ്രഭാവം സൃഷ്ടിക്കുന്നത്. ഈ സമയത്ത് നല്ല ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുവാനും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യ കലഹങ്ങൾ അകലുകയും പങ്കാളിയുമായി ഊഷ്മളമായ ബന്ധം ഉടലെടുക്കുകയും ചെയ്യും. ഉല്ലാസയാത്രകൾ പോകുകയും കുടുംബത്തിൽ ഐശ്വര്യം കളിയാടുകയും ചെയ്യുന്ന സമയമാണിത്. ഭാര്യാസ്വത്ത് അല്ലെങ്കിൽ പങ്കാളി വഴി ധനഭാഗ്യം എന്നിവ കൈവരികയും അതുവഴി സന്തോഷപ്രദമായ മുഹൂർത്തങ്ങൾ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാവുകയും ചെയ്യും. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ 5ാം ഭാവാധിപനും അതായത് മനസ്സ്, പുത്രന്മാർ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവാധിപതിയും കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയുമാണ് കുജൻ. ആയതിനാൽ ഈ സമയത്ത് പുത്രന്മാർക്ക് ഉയർച്ചയും പരീക്ഷാദികളിൽ വിജയവും കലാകായിക വേദികളിൽ തിളക്കമാർന്ന പ്രകടനവും അതുവഴി അഭിമാനവും മനസ്സിന് സന്തോഷവും ലഭിക്കും. കർമാധിപൻ കൂടിയായ കുജൻ കർമ്മമേഖലയിൽ ഉയർച്ചയും ഇഷ്ടജനങ്ങളുമായി സമ്പർക്കവും സാമ്പത്തിക ഉന്നതിയും വ്യാപാരം, ബിസിനസ് എന്നിവ വിപുലപ്പെടുത്താനുള്ള ഊർജം തരികയും ചെയ്യും. അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അവസാനമായി കുജൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം രുചകയോഗം സംഭവിക്കുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങൾ. ഇവരുടെ ലഗ്നാധിപനായ കുജനാണ് ഉച്ചസ്ഥനായി കർമ്മസ്ഥാനമായ 10ൽ വരുന്നത്. ഇത് കർമ്മമേഖലയിലാകെ ഉന്മേഷവും ഊർജവും നൽകുന്നതാണ്. കർമ്മമേഖലയിൽ നൂതനമായ ആശയങ്ങൾ രൂപപ്പെടും. കുജൻ നൂതനമായ ആശയങ്ങളെയും ശാസ്ത്ര വിഷയങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ്. ആരോഗ്യമേഖല പുഷ്ടിപ്പെടുകയും അനാരോഗ്യങ്ങൾ അകലുകയും ചെയ്യും. കുറച്ചു കാലത്തേക്കാണെങ്കിലും ഈ 12 നക്ഷത്രക്കാർക്ക് കുജൻ്റെ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം സർവ ഐശ്വര്യവും ഭാഗ്യാനുഭവങ്ങളും കർമ്മഗുണങ്ങളും ധനലാഭവും ശരീര സുഖവും കൊണ്ടുവരുന്നുണ്ട്. ഓർക്കുക, ജാതകത്തിൽ രുചകയോഗമുള്ളവർക്ക് ഈ സമയം വളരെ ശ്രേഷ്ഠമായിരിക്കും. മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥകളും ബലവും ഈ യോഗത്തെ ഉറപ്പായും സ്വാധീനിക്കുന്നുമുണ്ട്. എല്ലാവർക്കും കുജൻ്റെ ഈ രാശിമാറ്റം നല്ല ഫലങ്ങളും ഗുണാനുഭവങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.